ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 9ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിന്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ചെറുത്തുനിൽപ്പ് കലാപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും അഞ്ചുതെങ്ങ് കലാപമാണ്. എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ചെറുത്തുനിൽപ്പ് കലാപം അല്ലെങ്കിൽ പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? അഞ്ചുതെങ്ങ് കലാപം 1697. എന്തുകൊണ്ടാണ് ഇതിനെ ചെറുത്തുനിൽപ്പ് കലാപം എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു സംഘടനയുടെ പിൻബലമോ അല്ലെങ്കിൽ ഒരു നേതൃസമിതിയുടെ പിൻബലമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വളരെ നിഷ്പ്രയാസം തന്നെ ഈ കലാപത്തെ അടിച്ചമർത്തി. അതായത് അഞ്ചുതെങ്ങ് നിവാസികളും അതേപോലെ തന്നെ എന്താണ് ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന ഒരു ചെറുത്തുനിൽപ്പ് കലാപം. അത്രയാണുള്ളൂ എന്തെന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കലാപത്തിനിടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ക്യാപ്റ്റൻ കീലിംഗ് 1615 ആദ്യമായി കേരളത്തിലേക്ക് വരികയും അതിനുശേഷം സാമൂതിരിയുമായിട്ട് ഒരു വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവരിവിടെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം കേരളത്തിൽ അന്ന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ തന്നെയായിരുന്നു കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വളരെയധികം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ ട്രേഡ് ചെയ്യുന്നു. ട്രേഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം അവർക്ക് സംഭരിച്ചു വയ്ക്കുന്നതിനായിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു? ഒരു സ്റ്റോർ ഹൗസ് വേണ്ട ആവശ്യകതയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് അവർ അഞ്ചുതെങ്ങില് ഒരു സ്ഥലം കാണുകയും അതേപോലെ തന്നെ എന്താണ് ഈ സ്ഥലത്ത് അവർക്ക് എന്താണ് ഒരു കോട്ട കെട്ടാനായിട്ടുള്ള ഒരു പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ എന്താണ് ഭരണാധികാരിയായിട്ടുള്ള ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന റാണിയുടെ അടുത്തേക്കാണ് അവർ ചെല്ലുന്നത്. അങ്ങനെ 1684 ബ്രിട്ടീഷുകാർക്ക് ആദ്യമായിട്ട് ഉമയമ്മ റാണിയിൽ നിന്നും അവിടെ ഏകദേശം 281 ഏക്കർ സ്ഥലമാണ് എന്ത് ചെയ്യുന്നത്? പതിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഉമയമ്മ റാണിയിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് എത്ര ഏക്കർ സ്ഥലമാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 281 ഏക്കർ സ്ഥലമാണ് കിട്ടുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് സമുദ്രത്തോട് അടുത്തുള്ള ഒരു പ്രദേശമായിരുന്നു ഇവർ വാങ്ങിയത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവില് ഈ പറയുന്ന ബ്രിട്ടീഷ് കപ്പലുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിനുള്ള ഒരു സിഗ്നൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് കൂടിയും എന്ത് ചെയ്യാണ്? ഇതിന്റെ കൂടെ തന്നെ അവർ നിർമ്മിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സമുദ്രത്തോട് അടുത്തുള്ള ഒരു പ്രദേശം അവര് റാണിയിൽ നിന്നും ചോദിച്ചു വാങ്ങുന്നത്. പക്ഷേ ഈ റാണി എന്ത് ചെയ്യുന്നില്ല? ഇതിന് പ്രത്യേക ടാക്സോ അല്ലെങ്കിൽ എന്താണ് പ്രത്യേകം അവർക്ക് അതിൽ നിന്നൊരു ഫീസോ അങ്ങനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല? റാണി വാങ്ങുന്നില്ല. വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് റാണി ആർക്ക് കൊടുക്കുന്നത്? ഈ 281 ഏക്കർ ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് നൽകുകയാണ്. അതിനുശേഷം 1690 എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഈ കോട്ട പണിയാനായിട്ട് അവരെന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. അങ്ങനെ അഞ്ചുതെങ്ങിലാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഒരു കോട്ട പണിയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ പറയുന്ന അഞ്ചുതെങ്ങില് ഒരു കോട്ട അല്ലെങ്കിൽ അത് കോട്ടയോട് കൂടെ തന്നെ ഒരു സമ്പന്നശാല ഇതൊക്കെ അവിടെ വരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് കോട്ട പണിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സ്ഥലം പതിച്ച് റാണിയിൽ നിന്നും കിട്ടുന്നത് 1684 1690 അഞ്ചുതെങ്ങിൽ അവർ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കോട്ട സ്ഥാപിക്കുന്നത്. 1690 കോട്ട പണി തുടങ്ങുകയാണ്. 1695 അഞ്ചുതെങ്ങിൽ അവർ എന്ത് ചെയ്യുന്നത്? ഈ കോട്ട പണി പൂർത്തിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ 1684 കോട്ട പണിയാനായിട്ടുള്ള എന്താണ് സ്ഥലം റാണിയിൽ നിന്നും പതിച്ചു കിട്ടുകയാണ് ബ്രിട്ടീഷുകാർക്ക്. അതിനുശേഷം 1690 അവർ കോട്ട പണി തുടങ്ങുന്നത്. 1695 എന്ത് ചെയ്യുന്നത്? കോട്ടയുടെ പണി അവർ പൂർത്തിയാക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ പണിത കോട്ട ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? അഞ്ചുതെങ്ങ് കോട്ട എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക. പക്ഷേ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെന്റ് ജോർജ് കോട്ടയാന്നുള്ളതും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്? കോട്ട പണിയാണ്. കോട്ട പണിതു. അതിന്റെ തൊട്ടടുത്ത് തന്നെ എന്താണ് ഈ പറയുന്ന പണ്ടകശാലയും എന്ത് ചെയ്യാണ്? അവർ പണിത് സെറ്റ് ആക്കുകയാണ്. കൂടെ എന്താണ് ഒരു ലൈറ്റ് ഹൗസും അതിന്റെ കൂടെ
വരികയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പലുകൾ വരുമ്പോൾ അതിന് സിഗ്നൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവ എന്താണ് ഈ പറയുന്ന ലൈറ്റ് ഹൗസും അവർ നിർമ്മിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ് ഈ കോട്ടയിലേക്ക് അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സാധനങ്ങൾ, അതായത് ഇവർ ട്രേഡ് ചെയ്തുണ്ടാക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, അതേപോലെ തന്നെ നാണ്യവിളകൾ, ഇതെല്ലാം എന്ത് ചെയ്യാണ് ഈ പറയുന്ന കോട്ടയിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ കോട്ടയിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ലക്ഷക്കണക്കിനുള്ള എന്താണ് ഈ സാധനങ്ങളാണ് ഇപ്പോൾ നിലവിൽ കോട്ടയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും കോട്ടയ്ക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ബ്രിട്ടീഷ് സൈന്യത്തെ അവിടെ ഇറക്കുമതി ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ് ഈ പറയുന്ന കോട്ടയുടെ ചുറ്റും എന്ത് ചെയ്യാണ് ബ്രിട്ടീഷ് സൈന്യത്തെ അവര്, അതായത് എന്താണ് വൻ ഒരു സൈന്യത്തെ തന്നെ അവരെന്ത് ചെയ്യാണ് അവിടെ കൊണ്ടുപോയി നിരത്തുകയാണ്. അപ്പോൾ അങ്ങനെ എന്താണ് അഞ്ചുതെങ്ങിന്റെ പ്രദേശവും അഞ്ചുതെങ്ങിന്റെ കോട്ടയുടെ പ്രദേശവും എല്ലാം എന്ത് ചെയ്യാണ് ബ്രിട്ടീഷ് സൈന്യം കൊണ്ട് നിറയുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള അഞ്ചുതെങ്ങ് നിവാസികൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എന്നേക്കുമായിട്ട് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അഞ്ചുതെങ്ങിലൂടെ നടക്കും, പോകും, വരും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പിന്നെ ഈ പറയുന്ന കോട്ട വന്നതോടുകൂടി കോട്ടയ്ക്ക് കാവൽക്കാരായിട്ട് ബ്രിട്ടീഷുകാർ വന്നു. അതോടുകൂടി എന്ത് ചെയ്യാണ് ഈ പറയുന്ന അഞ്ചുതെങ്ങ് നിവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, അതായത് ബ്രിട്ടീഷുകാർ വന്ന് അവർ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രേഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറുകിട വ്യാപാരികൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എന്താണ് സാധാരണക്കാരായിട്ടുള്ള കർഷകർ, അവർ ഈ പറയുന്ന ചെറുകിട വ്യാപാരികൾക്കായിരുന്നു നിലവിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ എന്താണ് ഈ സാധനങ്ങൾക്ക് വിലയും കിട്ടിയിരുന്നു. പക്ഷേ എന്താണ് അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബ്രിട്ടീഷുകാർ വരികയും റാണി അവരെ ഫുൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടുകൂടി തന്നെ എന്ത് ചെയ്യാണ് ഈ പറയുന്ന ട്രേഡ് ചെയ്യാനുള്ള അവിടെ എന്താണ് കുരുമുളകിന്റെ ട്രേഡിന്റെ കുത്തക എന്ന് പറയുന്നത് ആർക്ക് ലഭ്യമാവുകയാണ്, ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് ലഭ്യമാവുകയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്താണോ പറയുന്നത് കുരുമുളകിന്റെ വില, ആ ഒരു വിലയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് അത് കൊടുക്കേണ്ട ആവശ്യകതയിലേക്ക് അല്ലെങ്കിൽ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പൊ അത് എന്ത് ചെയ്യാണ് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വളരെയധികം എന്ത് ചെയ്യാണ് രോക്ഷാകുലരാക്കാണ്. കാരണം തുച്ഛമായ പൈസയ്ക്കായിരുന്നു ഈ പറയുന്ന എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഈ പറയുന്ന വ്യാപാരികൾ, അതായത് ബ്രിട്ടീഷ് വ്യാപാരികൾ ഇവരിൽ നിന്നും കുരുമുളക് വാങ്ങിക്കൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അതിനൊരു ചരിത്രമുണ്ട്. കാരണം നിലവിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി AD 1600 സ്ഥാപിതമാകുന്നതിന്. അപ്പോൾ ഈ AD 1600 സ്ഥാപിതമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് എന്താണ് ജോൺ കമ്പനി എന്ന പേരിലാണ് ഇംഗ്ലണ്ടിൽ സ്ഥാപിതമാകുന്നത്. അതിക്ക് മുന്നേ വരെ പല പല കമ്പനികളൊക്കെ ഇവിടെ വന്ന് ട്രേഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ എന്താണ് ഇതിനൊന്നും എന്താണ് ഗവൺമെന്റിന് പ്രത്യേകം ബെനിഫിറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായപ്പോൾ ഈ എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെ നടത്തുന്ന ട്രേഡിന്റെ ഒക്കെ ഒരു ഇത്ര പെർസെൻറ്റേജ് ലാഭം എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് വരികയാണ്, ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ് ഈ പറയുന്ന ആളുകളിൽ നിന്ന്, അതായത് സാധാരണക്കാരായിട്ടുള്ള കർഷകരിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് എന്ത് ചെയ്യുന്നു സാധനങ്ങൾ വാങ്ങുന്നു. പക്ഷെ അവർക്ക് ട്രേഡ്, അതായത് കപ്പലിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് അവർക്ക് എന്താണ് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അത് എന്ത് ചെയ്യണം, അത് ആ പ്രൈസിൽ തന്നെ എന്ത് ചെയ്യണം അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അത് എന്ത് ചെയ്യണം, അതങ്ങനെ തന്നെ ഇപ്പോൾ 20 രൂപ, അപ്പോൾ നമ്മൾ എന്താണ് നിലവിൽ ഈ പറയുന്ന അഞ്ചുതെങ്ങ് നിവാസികളിൽ നിന്നും കുരുമുളക് ഇപ്പോൾ 50 രൂപയ്ക്കാണ് വാങ്ങുന്നത്. കപ്പലിലേക്ക് പോകുന്ന ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് അവർക്ക് ചിലവാകുന്ന തുക 20 രൂപയാണെങ്കിൽ അപ്പൊ എന്താണ് 70 രൂപ നിലവിൽ എന്ത് ചെയ്യാണ്, നിലവിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവർക്ക് എവിടെ എത്തുമ്പോൾ ഈ പറയുന്ന എന്താണ് യൂറോപ്പിൽ എത്തുമ്പോൾ ആ ഒരു പ്രൈസിനാണ് അവർക്ക് അത് കിട്ടത്തുള്ളൂ. ആ 70 പിന്നെ എന്താണ് അവിടെ കൊടുക്കുന്ന ഒരു വിലയുണ്ട്, അതിനെപ്പോഴും എന്താണ് കൃത്യമായിട്ടൊരു വില, അതായത് ഇപ്പോൾ ഒരു 100 രൂപയ്ക്കാണ് അവിടെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളെങ്കിൽ ആ 100 രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം ഈ പറയുന്ന എവിടെയാണ് നമുക്ക് വില കുറയ്ക്കാൻ പറ്റത്തുള്ളൂ, സാധാരണക്കാരായിട്ടുള്ള കർഷകരിൽ നിന്നല്ലേ നമുക്ക് വില കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവരിൽ നിന്ന് എന്ത് ചെയ്യാണ് തീരെ വിലക്കുറവിനാണ് എന്ത് ചെയ്യുന്നത് സാധനം. അപ്പൊ ഇവിടെ നിന്ന് ഒരു 10 രൂപ കിട്ടി കഴിഞ്ഞാൽ 20 രൂപ എന്താണ് ഇവിടെ കപ്പലിൽ ചിലവാകുള്ളൂ, 30 രൂപ. പിന്നെ അവർക്ക് അവിടെ 100 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് 70 രൂപയാണ് ലാഭം കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യാണ് ട്രേഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വളരെയധികം അടിച്ചമർത്തുകയാണ്. അവർക്ക് ഒട്ടും എന്ത് കിട്ടുന്നില്ല, ഈ പറയുന്ന അവരുടെ സാധനങ്ങൾക്ക് ഒരു വിലയും കിട്ടുന്നില്ല. അവർക്ക് എന്താണ് ഈ പറയുന്ന വളരെ എന്താ പറയാ ഈ പറയുന്ന ട്രേഡ് നഷ്ടത്തിലായി, അതേപോലെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടത്തിലായി. അങ്ങനെ ഈ പറയുന്ന എന്താണ് അഞ്ചുതെങ്ങിലെ നിവാസികൾ വളരെയധികം കഷ്ടതയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അഞ്ചുതെങ്ങ് നിവാസികൾ എല്ലാവരും കൂടി നടത്തിയ ഒരു കലാപം
ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പ് കലാപമായിരുന്നു എന്തെന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ എന്താണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക എന്ന് പറയുന്നത് ആരേറ്റെടുക്കുകയാണ്? ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത് അവര് എന്ത് ചെയ്യാണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ഏറ്റെടുക്കുന്നു. അതേപോലെ തന്നെ എന്താണ്? അഞ്ചുതെങ്ങ് നിവാസികൾക്ക് എന്ത് ചെയ്യുന്നില്ല? അഞ്ചുതെങ്ങിലൂടെ സാധാരണക്കാരായിട്ടുള്ള അഞ്ചുതെങ്ങ് നിവാസികൾക്ക് നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം റദ്ദു ചെയ്യുകയാണ്. ഇത് രണ്ടുമാണ് അവിടുത്തെ ജനങ്ങളെ രോക്ഷാകുലരാക്കുകയും അതേപോലെ തന്നെ ഒരു കലാപത്തിലേക്ക് അവരെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപം എന്ന്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ചെറുത്തുനിൽപ്പ് കലാപം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഏതെന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. അഞ്ചുതെങ്ങ് കലാപം നടന്ന ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അഞ്ചുതെങ്ങിൽ നടന്ന കലാപം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1697. ആരൊക്കെ തമ്മിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരും അഞ്ചുതെങ്ങ് നിവാസികളും തമ്മിൽ നടന്ന ചെറുത്തുനിൽപ്പ് കലാപം അല്ലെങ്കിൽ നടന്ന കലാപമായിരുന്നു അഞ്ചുതെങ്ങ് കലാപം. എന്തായിരുന്നു ഇതിന്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ്. രണ്ട് റീസൺ ആണ്. ഒന്നാമത്തെ റീസൺ ആണ് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? സ്വന്തമാക്കി. അതേപോലെ തന്നെ എന്താണ്? അഞ്ചുതെങ്ങിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം സാധാരണക്കാർക്ക് റദ്ദു ചെയ്തു. ഈ രണ്ട് കാരണങ്ങളായിരുന്നു പെട്ടെന്ന് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാകാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ചുതെങ്ങില് സ്ഥലം കോട്ട കെട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുത്ത ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അതാണ് നമ്മുടെ ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി. എത്ര ഏക്കർ സ്ഥലമാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 281 ഏക്കർ സ്ഥലമാണ് എന്ത് ചെയ്യുന്നത്? ഉമയമ്മ റാണി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എന്നാണ് ഇവർക്ക് സ്ഥലം പതിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1684 സ്ഥലം പതിച്ചു കൊടുക്കുന്നത്. എന്നാണ് ഇവർക്ക് കോട്ട കെട്ടാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തത് അല്ലെങ്കിൽ കോട്ടപണി തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ 1690. എന്നാണ് കോട്ടപണി പൂർത്തിയാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1695 കോട്ടപണി പൂർത്തിയാകുന്നത്. എന്നാണ് കലാപം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1695 കലാപം നടക്കുന്നതെന്നുള്ളതും 1697 കലാപം നടക്കുന്നതെന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പോൾ റീസൺ ഇത്രയാണുള്ളൂ. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. അതേപോലെ തന്നെ എന്താണ്? അഞ്ചുതെങ്ങിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും സാധാരണക്കാർക്ക് റദ്ദു ചെയ്യപ്പെട്ടു. വെരി ഗുഡ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി ബാക്കി വസ്തുക്കളിലേക്ക് നോക്കാം. അതായത് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങിൽ നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. നടന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1697. അതായത് നിലവില് വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ചുതെങ്ങിനൊരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മയിൽ നിന്ന് ലഭിച്ച വർഷം എന്നാണ് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു 1684. അതേപോലെ തന്നെ അവിടെ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം നൽകിയത് 1690. അങ്ങനെ 1690 അവർ എന്ത് ചെയ്യാണ്? അനുവാദം നൽകി. അതേ തുടർന്ന് കോട്ട തുടങ്ങുകയാണ്, കെട്ടി. അങ്ങനെ ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്ത വർഷം 1695. ആറ്റിങ്ങൽ റാണി അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് സൗജന്യങ്ങൾ അനുവദിച്ചു കൊടുത്ത സ്ഥലത്ത് നിവാസികൾ എന്ത് ചെയ്യാണ്? അടുത്തു കൊടുത്തതാണ് ശരിക്കും നിവാസികളെ എന്ത് ചെയ്തത്? രോക്ഷാകുലരാക്കിയത്. ഓക്കെ. അതേപോലെ തന്നെ അഞ്ചുതെങ്ങ് കലാപത്തിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് സ്വന്തമാക്കിയതും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം സാധാരണക്കാർക്ക് റദ്ദു ചെയ്തു. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഈ ഒരു എന്താണ് അഞ്ചുതെങ്ങ് കലാപത്തെ എന്താണ് അഞ്ചങ്കോ റിവോൾട്ട് എന്നും പറയാറുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ അഞ്ചങ്കോ റിവോൾട്ട് എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? ഈ പറയുന്ന അഞ്ചുതെങ്ങ് കലാപമാണെന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം നമുക്കറിയാം ഒത്തിരി തവണ PSC ചോദിച്ച മറ്റൊരു വർഷമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്നാണ് ആറ്റിങ്ങൽ കലാപം? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. എന്താണ് ആറ്റിങ്ങൽ കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ആദിത്യവർമ്മയാണ്. ഓക്കെ, അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു വർഷം. എന്നാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്ന് ചോദിച്ചാൽ എന്നാ 1721 ഏപ്രിൽ 15-നാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1721 ഏപ്രിൽ 15-നാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഗീഫോർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഗീഫോർഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ് എന്ന് പറയുന്നത്. 150ഓളം ബ്രിട്ടീഷുകാരും കൊല്ലപ്പെടുകയുണ്ടായി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് താഴെ പറയുന്നവയിൽ ഏത് കലാപവുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ ആറ്റിങ്ങൽ കലാപം നമുക്കറിയാം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15-നാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. അതേപോലെ തന്നെ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഭരിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണാട്ടിലെ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ആദിത്യവർമ്മയാണ് വേണാട്ടിലെ അന്നത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം, അതായത് ആറ്റിങ്ങൽ കലാപം നടക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ എന്താണ്? ഈ പറയുന്ന നമ്മുടെ ആറ്റിങ്ങൽ കലാപത്തിന്റെ സമയത്ത് എന്ന് പറയുന്നത് അന്ന് ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അവിടെ കോട്ടയിലെ നിലവിലെ ബ്രിട്ടീഷ് നിലവിൽ ഈ കോട്ടയുടെ സൈന്യാധിപനായിട്ട് ഉള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗീഫോർഡ് ആണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്? എന്തായാലും ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപത്തിന് തൊട്ടു മുമ്പാണ് ഈ പറയുന്ന അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങിൽ അന്ന് കോട്ട സ്ഥാപിക്കാനായിട്ട് ഇവരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് ഉമയമ്മ റാണിയാണ്. അപ്പോൾ ഈ പറയുന്ന ഉമയമ്മ റാണിക്ക് അവർ എല്ലാ വർഷവും കമ്പനിയുടെ എന്താണ് കുറെ എന്താണ് ഉപഹാരങ്ങളൊക്കെ ആയിട്ട് ആരുടെ അടുത്തേക്ക് പോവായിരുന്നു? ആറ്റിങ്ങൽ റാണിയായിട്ടുള്ള ഉമയമ്മ റാണിയെ കാണുകയും അവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷുകാർ. അപ്പോൾ എന്താണ് ഇങ്ങനെ ബ്രിട്ടീഷുകാർ ഓരോ പ്രാവശ്യവും എന്താണ് ഉമയമ്മ റാണിയെ കാണുകയും അതേപോലെ തന്നെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടത് അന്ന് ആ സമയത്ത് നമുക്കറിയാം എന്താണ് ഈ പറയുന്ന 8 വീട്ടിൽ പിള്ളമാരെന്നറിയപ്പെടുന്ന ഒരു സംഘമുണ്ട്. അതായത് അവരാണ് അന്ന് എന്ത് ചെയ്തിരുന്നത്? അധികാരമൊക്കെ കൈയാളിയിരുന്ന കുറച്ച് വിഭാഗക്കാരായിരുന്നു ഈ പറയുന്ന 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്. നമുക്കറിയാം പണ്ട് നമ്മൾ എന്താണ് ഈ പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അതായത് എന്താണ് ക്ഷേത്രം വക ഭൂമികൾ 8ആയി തിരിച്ച് അത് എന്താണ് നോക്കി അതിൻ്റെ അകത്ത് നികുതികൾ ടാക്സുകളൊക്കെ പിരിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു ഈ പറയുന്ന 8 വീട്ടിൽ പിള്ളമാരെന്നറിയപ്പെടുന്ന ആ ഒരു സംഘം. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നത്? അതായത് ഈ പറയുന്ന അന്നത്തെ ഈ പറയുന്ന കോട്ടയുടെ എന്താണ് നിലവിലത്തെ എന്താണ് ആ കോട്ട കോട്ടയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഗീഫോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗീഫോർഡ് ഉമയമ്മ റാണിയുടെ അടുത്ത് പോകുന്നതും സംസാരിക്കുന്നതും അതേപോലെ തന്നെ എന്താണ് ഈ ഉപഹാരങ്ങൾ കൊടുക്കുന്നതൊക്കെ എന്നേക്കുമായിട്ട് നിർത്തണമെന്ന് 2-3 തവണ എന്ത് ചെയ്തേണ്ടായിരുന്നു? ഇവരെ വാൺ ചെയ്തിരുന്നു. പക്ഷെ വീണ്ടും എന്ത് ചെയ്യുന്നില്ല? ബ്രിട്ടീഷുകാർ അത് കേൾക്കുന്നില്ല. കാരണം അവരെ അത്രത്തോളം സഹായിച്ചൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഉമയമ്മ റാണി. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവര് ഉപഹാരങ്ങളുമായിട്ട് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന റാണിയെ കാണാനായിട്ട് പോവുകയാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന അന്ന് നമ്മുടെ 8 വീട്ടിൽ പിള്ളമാരുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് കുടമൻ പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹമായിരുന്നു ഇവരുടെ നേതാവ് എന്ന് പറയുന്നത് കുടമൻ പിള്ള. പുള്ളിയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഏകദേശം 150ഓളം വരുന്ന ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ കാണുന്നതാണ് പുഴ. അതായത് അന്ന് വാമനപുരം പുഴ എന്ന പേരിലാണ് ഈ പുഴ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വാമനപുരം പുഴയിലേക്ക് എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാരെ എന്താണ് തല്ലി എന്താണ് അവിടെ വെച്ച് ഭയങ്കരമായിട്ടുള്ള എന്താണ് അവരുമായിട്ട് നല്ല വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാവുകയാണ്. അതിന് ഒത്തിരി ബ്രിട്ടീഷുകാർ, അതായത് 150ഓളം വരുന്ന ബ്രിട്ടീഷുകാർ മരിച്ച് കിടക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അവരൊക്കെ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന കുടുമൻ പിള്ളയും അവരുടെ സൈന്യവും കൂടി എന്ത് ചെയ്യാണ്? വധിക്കുകയാണ്. അപ്പം 150ഓളം ആളുകളെ കൊന്നു തള്ളുകയാണ് ആ ഒരു സമയത്ത്. അങ്ങനെ കൊന്നു തള്ളിയ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ വാമനപുരം പുഴ മൊത്തം എന്താണ് ചോര നിറത്തിൽ ആണ് പിന്നീട് ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ അത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്? 150ഓളം വരുന്ന എന്താണ് ബ്രിട്ടീഷുകാരെയാണ് കുടമൻ പിള്ളയും സംഘവും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, അത് ഇന്ന് ഈ പുഴ അറിയപ്പെടുന്നത് കൊല്ലം പുഴ എന്ന പേരിലാണ്. അന്ന് വാമനപുരം പുഴ എന്ന പേരിൽ അറിയപ്പെട്ട
പുഴ ഇന്ന് കൊല്ലം പുഴ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് 8 വീട്ടിൽ പിള്ളമാരുടെ സംഘത്തിലെ തലവൻ ആണ് ആരെന്ന് പറയുന്നത് കുടമൻ പിള്ള എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ എന്തെന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ് ചോദിച്ചാൽ മക്കളെ എന്നാണ് 1721 ഏപ്രിൽ 15-നാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1721. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 21 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ് എന്ന് പറയുന്നത്. അന്ന് കോട്ടയുടെ തലവൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഗീഫോർഡ്. ആ ഗീഫോർഡിനെയാണ് വധിച്ചു കളയുന്നത്. അതേപോലെ തന്നെ 150ഓളം ബ്രിട്ടീഷുകാരാണ് ഇതിൽ കൊല്ലപ്പെടുകയുണ്ടായത്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. അതിനുശേഷം എന്താണ് തലശ്ശേരിയിൽ നിന്നും വന്ന സൈന്യമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തിയത് എന്നൊക്കെ ആണ് പിന്നീട് ചരിത്രത്തിൽ പറയുന്നത്. ഉടമ്പടി ഒപ്പുവെച്ച വർഷം, ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ് 1723 വേണാട് ഉടമ്പടിയാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഒപ്പുവെച്ച വർഷം 1723. അന്ന് വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ ഒപ്പുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മ അന്ന് ഒപ്പുവെച്ചത് എങ്ങനെയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടി 1723 ഒപ്പുവയ്ക്കുന്നത്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരി ആരാന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ ഓം ആണ്. ഓക്കെ, അപ്പോൾ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലക്സാണ്ടർ ഓം ആണ്. ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ഒപ്പിട്ട ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ ഉടമ്പടി തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചൽ ഒരു കോട്ട കെട്ടി കൊടുക്കാമെന്നും ഏൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ് ഈ പറയുന്ന വേണാട് ഉടമ്പടിയുടെ ഫലമായിട്ടാണ് എന്തെന്ന് പറയുന്നത് അതായത് നിലവിൽ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിലാണ് എന്ത് ചെയ്യുന്നത് ഇംഗ്ലീഷുകാർക്ക് കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നത് കോട്ട കെട്ടിക്കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനവും എടുക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലക്സാണ്ടർ ഓം ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ആദ്യം ഗീഫോർഡ് ആയിരുന്നു കോട്ടയുടെ മേലധികാരി. അതിനുശേഷം മിഡ്ഫോർഡ് വരികയാണ്. അതിനുശേഷമാണ് ആര് വരുന്നത് അലക്സാണ്ടർ ഓം വരുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏതെന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റാണിക്ക് വേണ്ടി ഉപഹാരങ്ങളുമായി പോയ ഗീഫോർഡിനെയും സംഘത്തെയും ആരാണ് ഈ പറയുന്ന കുടമൻ പിള്ള, അതായത് 8 വീട്ടിൽ പിള്ളമാരുടെ നേതാവായിട്ടുള്ള കുടമൻ പിള്ളയാണ് അവരെ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വാമനപുരം പുഴ എന്ന് പറയുന്ന പുഴയിൽ വെച്ച് അവരെ എന്ത് ചെയ്യുന്നത് മാരകമായിട്ട് കൊലപ്പെടുത്തുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നം ആറ്റിങ്ങൽ കലാപം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1721 ഏപ്രിൽ 15 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങൽ കലാപവും. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ചെറുത്തുനിൽപ്പ് കലാപം ഏതാന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപം 1695 ആണെന്നുള്ളതും എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക. ഓക്കെ, അന്ന് ഭരണാധികാരി ആദിത്യവർമ്മ ആയിരുന്നു ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. എത്ര ആളാണ് നിലവിൽ മരിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150ഓളം ബ്രിട്ടീഷുകാരാണ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തത് കൊല്ലപ്പെട്ടത്. അതേപോലെ തന്നെ ഈ ഉടമ്പടി ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് വേണാട് ഉടമ്പടിയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1721 അന്നാണ് ഈ ഉടമ്പടിയിൽ മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്താണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1938 ഫെബ്രുവരി 23-നാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പട്ടം താണുപിള്ളയാണ്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടം താണുപിള്ള. അപ്പോൾ എന്നാ രൂപീകരിച്ചത്? 1938 ഫെബ്രുവരി 23 രൂപീകരിച്ചു. നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ള. അതേപോലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് CV കുഞ്ഞിരാമനാണ്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? CV കുഞ്ഞിരാമനാണ്. CV കുഞ്ഞിരാമനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് CV കുഞ്ഞിരാമൻ. ആദ്യ സമ്മേളനം നടന്നത് 1938 ഫെബ്രുവരി 25. അപ്പോൾ ഫെബ്രുവരി 23 രൂപീകരിച്ചെങ്കിലും ആദ്യ സമ്മേളനം നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 25. ഓക്കെ, ഫെബ്രുവരി 25 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് പട്ടം താണുപിള്ള. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? പട്ടം താണുപിള്ളയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറിമാരാണ് ആരൊക്കെ? PS നടരാജപിള്ളയും KT തോമസുമാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറിമാരാണ് അതായത് PS നടരാജപിള്ളയും KT തോമസും. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ ട്രഷററാണ് MR മാധവ വാര്യർ. ഓക്കെ, അപ്പോൾ MR മാധവ വാര്യരാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ ട്രഷററാണ് MR മാധവ വാര്യർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ലക്ഷ്യം ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണം. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ വാർഷിക സമ്മേളന വേദിയായിരുന്നു വട്ടിയൂർക്കാവ്. 1938 ഡിസംബർ 22, 23 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ വാർഷിക സമ്മേളന വേദി വട്ടിയൂർക്കാവ്. ഓക്കെ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റായ ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്നത്? അക്കമ്മ ചെറിയാൻ. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റായ വനിതയാണ് ആരെന്ന് പറയുന്നത്? അത് അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ആക്ഷൻ കൗൺസിലിന്റെ വമ്പിച്ച പ്രകടനം തിരുവനന്തപുരത്ത് നടന്ന വർഷം 1938 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് എന്നാന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ്? 1938 ഫെബ്രുവരി 23 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത്. നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ളയും. അതേപോലെ തന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ CV കുഞ്ഞിരാമൻ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? ആദ്യ സമ്മേളനം 38 ഫെബ്രുവരി 25. പ്രസിഡന്റ് ആര് തന്നെയായിരുന്നു? നേതൃത്വം നൽകിയ ആൾ തന്നെയാണ് പട്ടം താണുപിള്ള. അതേപോലെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറിമാരായിരുന്നു PS നടരാജപിള്ളയും KT തോമസ്. PS നടരാജപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ ട്രഷററായിരുന്നു MR മാധവ വാര്യർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ലക്ഷ്യം ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ വാർഷിക സമ്മേളന വേദിയാണ് വട്ടിയൂർക്കാവ്. ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. വട്ടിയൂർക്കാവ് 38 ഡിസംബർ 22, 23. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റായ വനിതയാണ് അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആക്ഷൻ കൗൺസിലിന്റെ വമ്പിച്ച പ്രകടനം തിരുവനന്തപുരത്ത് നടന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 38 ഓർത്തു വയ്ക്കുക. അടുത്തത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നതാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് പറയുന്നത്. എന്താണ്? ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭങ്ങൾ അറിയപ്പെട്ടതാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന്. അപ്പോൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും എന്താണ്? ഈ പറയുന്ന ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളാണ് ഉത്തരവാദ പ്രക്ഷോഭം.
ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഭരണകൂടം അറിയപ്പെടുന്നതാണ് ഉത്തരവാദ ഭരണകൂടം. അപ്പോൾ എന്താണ് ഉത്തരവാദ ഭരണകൂടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഭരണകൂടം. അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹം എന്താണോ അതായിരിക്കണം ആ ഭരണകൂടം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉത്തരവാദ ഭരണകൂടം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭം നയിച്ച സംഘടനയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. അപ്പോൾ തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭം നയിച്ച സംഘടനയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ആരംഭിച്ചത് 1927 തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ആരംഭിച്ചത്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ നിരോധിച്ച സംഘടനകളായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും അതേപോലെ തന്നെ യൂത്ത് ലീഗും. അപ്പോൾ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ നിരോധിച്ച സംഘടനകളാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും. ഓക്കെ, ഉത്തരവാദ ഭരണ നിഷേധത്തിനും ദുർഭരണത്തിനും എതിരെ സ്റ്റേറ്റ് കോൺഗ്രസ് ആവിഷ്കരിച്ച പ്രക്ഷോഭ രീതിയാണ് നിയമലംഘനം. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിക്ക് പകരം എന്താണ്? ഡിക്റ്റേറ്റർ പദവി രൂപീകരിച്ചു. ആദ്യത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു അങ്ങനെ പട്ടം താണുപിള്ള. അപ്പോൾ എന്താണ്? നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിക്ക് എന്ത് ചെയ്യാണ്? പകരം ഡിക്റ്റേറ്റർ പദവി രൂപീകരിച്ചു. അങ്ങനെ ആദ്യത്തെ ഡിക്റ്റേറ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയ്ക്ക് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഡിക്റ്റേറ്റർ പദവി വഹിച്ച വ്യക്തിയാണ് NK പത്മനാഭപിള്ള. അതായത് സ്വദേശാഭിമാനിയുടെ സഹോദരനാണ് ആരെന്ന് പറയുന്നത്? NK പത്മനാഭപിള്ള. അതായത് എന്തിൻ്റെ ആയിരുന്നു ഇത്? അതായത് തിരുവിതാംകൂറിൽ നടന്ന എന്താണ്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഡിക്റ്റേറ്റർ പദവി, അതായത് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ പദവി മാറി എന്താവുന്നു? ഡിക്റ്റേറ്റർ പദവി എടുക്കുന്നു. അങ്ങനെ ഡിക്റ്റേറ്റർ ആയത് ആദ്യം പട്ടം താണുപിള്ള. അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ തുടർന്നാണ് ആര് വരുന്നത്? ഈ പറയുന്ന സ്വദേശാഭിമാനിയുടെ സഹോദരനായിട്ടുള്ള NK പത്മനാഭപിള്ള. ഓക്കെ, ആരാണ്? NK പത്മനാഭപിള്ള. ഓക്കെ, പിന്നീട് അദ്ദേഹമാണ് ഡിക്റ്റേറ്റർ ആവുന്നത്. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് വേണ്ടി നിലകൊണ്ട സംഘടനകളാണ് ഏതെന്ന് പറയുന്നത്? കൊച്ചിൻ കോൺഗ്രസും കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസും. അപ്പോൾ കൊച്ചിയിലെ, ഇപ്പോൾ നമ്മൾ തിരുവിതാംകൂറിലെ പറഞ്ഞേ, ഇനി കൊച്ചിയിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് വേണ്ടി നിലകൊണ്ട സംഘടനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കൊച്ചിൻ കോൺഗ്രസും കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസും. കൊച്ചി രാജ് പ്രജാമണ്ഡലം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി പ്രജാമണ്ഡലം ആചരിച്ചത് 1946 ജൂലൈ 29. ഓക്കെ, അപ്പോൾ കൊച്ചിയിലെ ഉത്തരവാദ ഭരണ ദിനമായി പ്രജാമണ്ഡലം ആചരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 ജൂലൈ 29. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷമാണ് 1947 ഓഗസ്റ്റ് 14. അപ്പോൾ കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം 1947 ഓഗസ്റ്റ് 14. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥകൾ AKGയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും ആരംഭിച്ച ജാഥ, ശിവരാജ് പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ മധുരയിൽ നിന്നും ആരംഭിച്ച ജാഥ, ഗണപതി കമ്മത്തിന്റെ നേതൃത്വത്തിൽ തെക്കൻ കർണാടകയിൽ നിന്നും ആരംഭിച്ച ജാഥ, KK വാരുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ജാഥ, സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വർഷം എന്നാന്ന് ചോദിച്ചാൽ 38 മുതൽ 47 വരെയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇത്രയും എന്ത് ചെയ്യുന്നത്? ജാഥകൾ സംഘടിപ്പിക്കുകയും നടക്കുകയും ചെയ്യുന്നത്. തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1948 മാർച്ച് 20. അപ്പോൾ തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 48 മാർച്ച് 20. പുതിയ നിയമനിർമ്മാണ സഭയിലുണ്ടായിരുന്ന അംഗങ്ങൾ 120 പേരാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? MJ ജോൺ ആണ്. അപ്പോൾ എന്താണ്? പുതിയ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ എന്താണ് അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത്? MJ ജോൺ എന്ന് പറയുന്നത്. ആരാണ്? MJ ജോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? കൊച്ചിൻ കോൺഗ്രസും കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ്, അതായത് കൊച്ചിയിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് വേണ്ടി നിലകൊണ്ട സംഘടനകളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ രണ്ട് തരത്തിൽ, അതായത് എന്താണ്? ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവിതാംകൂറിലും അതേപോലെ തന്നെ കൊച്ചിയിലുമാണ് എന്ത് ചെയ്യുന്നത്? പ്രക്ഷോഭങ്ങൾ അറിയപ്പെട്ടു. അതായത് എന്തിന്?
ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഓക്കെ, അപ്പോൾ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭങ്ങൾ അറിയപ്പെട്ടതായിരുന്നു എന്തെന്ന്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വസ്തുതകൾ ഇപ്പം നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. അപ്പോൾ റാങ്ക് ബൂസ്റ്റർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. ഓക്കെ, അപ്പോൾ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ചോദിക്കാം, ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്ത്? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് ഇക്കണ്ട വാര്യർ. അപ്പോൾ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് ഇക്കണ്ട വാര്യർ. കൊച്ചിയിലെ പ്രധാനമന്ത്രിമാർ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, ടി കെ നായർ, ഇക്കണ്ട വാര്യർ. അപ്പോൾ കൊച്ചിയിലെ പ്രധാനമന്ത്രിമാരാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, ടി കെ നായർ, ഇക്കണ്ട വാര്യർ. തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രിയാണ് പറവൂർ ടി കെ നാരായണപിള്ള. അപ്പോൾ തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറവൂർ ടി കെ നാരായണപിള്ളയാണ്. തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിമാരാണ് പട്ടം താണുപിള്ള, പറവൂർ ടി കെ നാരായണപിള്ള. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, ബേസ് ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു എക്സാം സിമ്പിളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും വായിച്ചു പോകത്തില്ല. കാരണം എന്താണ്, വളരെ സിമ്പിൾ ആയതുകൊണ്ട്. അപ്പോൾ അത് കൺഫ്യൂസിങ്ങിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യും, തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോ, കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് ഇക്കണ്ട വാര്യർ. കൊച്ചിയിലെ പ്രധാനമന്ത്രിമാരാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോനും ടി കെ നായർ, ഇക്കണ്ട വാര്യർ. തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള. തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിമാരാണ് പട്ടം താണുപിള്ള, പറവൂർ ടി കെ നാരായണപിള്ള. ഓക്കെ, അടുത്തതാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ്. 1938 ആഗസ്റ്റിൽ NK പത്മനാഭപിള്ളയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ സംഭവമാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ്. അപ്പോൾ 1938 ഓഗസ്റ്റിൽ NK പത്മനാഭപിള്ളയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ സംഭവമാണ് എന്ത്? നെയ്യാറ്റിൻകര വെടിവെപ്പ്. നെയ്യാറ്റിൻകര വെടിവെപ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തിയാണ് രാഘവൻ. തിരുവിതാംകൂറിലെ ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? രാഘവനാണ്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് രാഘവൻ. നെയ്യാറ്റിൻകര വെടിവെപ്പുമായി ബന്ധപ്പെട്ട വീരരാഘവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അത്താഴമംഗലമാണ്. ഓക്കെ, എവിടെയാണ്? അത്താഴമംഗലം. ഓക്കെ, അപ്പോൾ നെയ്യാറ്റിൻകരയിലെ വെടിവെപ്പ് നടന്ന വർഷം 1938 ഓഗസ്റ്റ്. NK പത്മനാഭപിള്ളയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ സംഭവമാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ്. ഇതിൻ്റെ രക്തസാക്ഷിയാണ് ആരെന്ന് പറയുന്നത്? രാഘവൻ. അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത്താഴമംഗലം. തിരുവിതാംകൂറിലെ ആദ്യ രക്തസാക്ഷിയാണ് രാഘവൻ. അടുത്തതാണ് രാജധാനി മാർച്ച്. ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. രാജധാനി മാർച്ച് നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1938 രാജധാനി മാർച്ച് നടക്കുന്നത്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നടന്നത് തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ്. അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ രാജധാനി മാർച്ച് നടന്ന വർഷം 1938 ഒക്ടോബർ 23. അപ്പോൾ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നടന്നത് എവിടെ മുതൽ എവിടെ വരെയാന്ന് ചോദിച്ചാൽ തമ്പാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു രാജധാനി മാർച്ച് നടന്നത്. നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ മക്കളെ 1938 രാജധാനി മാർച്ച്. അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിലാണ് രാജധാനി മാർച്ച് നടന്നത്. 1938 ഒക്ടോബർ 23 രാജധാനി മാർച്ച് നടക്കുന്നത്. ആവശ്യങ്ങൾ: ജയിലിലടച്ച നേതാക്കളെ മോചിപ്പിക്കുക, ഉത്തരവാദിത്ത ഭരണം അനുവദിക്കുക, 1,00,000-ഓളം പേർ പങ്കെടുത്ത വൻ ജാഥയെ തടഞ്ഞ് കേണൽ പാട്കിക്സിന്റെ നേതൃത്വത്തിലുള്ള കുതിരപ്പട്ടാളമാണ്. ഇനി സ്റ്റേറ്റ് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെയും നിരോധനം സർക്കാർ പിൻവലിക്കുകയും രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും ചെയ്ത രാജധാനി മാർച്ചിനെ തുടർന്നാണ്. അപ്പോൾ രാജധാനി മാർച്ച് എന്നാണ് നടന്നത്? 38. ആരാണ് അതിന് നേതൃത്വം വഹിച്ചത്? അക്കാമ ചെറിയാനാണ്. എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
അടുത്തതാണ് കല്ലറ പാങ്ങോട്ട് സമരം. എന്താണ്? കല്ലറ പാങ്ങോട്ട് സമരം. സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജന്മിമാരുടെ അന്യായമായ ചന്തപിരിവിനുമെതിരെ നടന്ന സമരമാണ് കല്ലറ പാങ്ങോട്ട് സമരം. അപ്പോൾ എന്താണ്? സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജന്മിമാരുടെ അന്യായമായ ചന്തപ്പിരിവിനുമെതിരെ നടന്ന സമരമാണ് കല്ലറ പാങ്ങോട്ട് സമരം. കല്ലറ പാങ്ങോട്ട് സമരം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1938 കല്ലറ പാങ്ങോട്ട് സമരം നടന്നത്. പ്രധാന നേതാക്കളായിരുന്നു ചെല്ലപ്പൻ വൈദ്യൻ, കൊച്ചാച്ചിപ്പിള്ള. കല്ലറ പാങ്ങോട്ട് സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റിയവരാണ് കൊച്ചാച്ചിപ്പിള്ളയും പട്ടാളം കൃഷ്ണനും. ഓക്കെ, അപ്പോൾ കല്ലറ പാങ്ങോട്ട് സമരം എന്തായിരുന്നു? സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജന്മിമാരുടെ അന്യായമായ ചന്തപ്പിരിവിനുമെതിരെ നടന്ന സമരമാണ് കല്ലറ പാങ്ങോട്ട് സമരം. നടന്നത് 38 ഓർത്തു വയ്ക്കുക. അടുത്തതാണ് കടയ്ക്കൽ പ്രക്ഷോഭം. കടയ്ക്കൽ പ്രക്ഷോഭം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമാണ് കടയ്ക്കൽ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമാണ് കടയ്ക്കൽ പ്രക്ഷോഭം. കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1938 സെപ്റ്റംബർ 29 കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത്. അപ്പോൾ എന്നാണ് കടയ്ക്കൽ പ്രക്ഷോഭം? 38 സെപ്റ്റംബർ 29. എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമാണ് കടയ്ക്കൽ പ്രക്ഷോഭം. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ആരാണ്? രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഘവൻ പിള്ളയെ വിളിക്കുന്ന പേരാണ് കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമാണ് കടയ്ക്കൽ പ്രക്ഷോഭം. നടന്ന വർഷം 38 സെപ്റ്റംബർ 29. ഇനി ആരാണ് നേതൃത്വം നൽകിയത്? രാഘവൻ പിള്ള. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരാണ് കടയ്ക്കൽ ഫ്രാങ്കോ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ അത് വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. അഞ്ചുതെങ്ങ് കലാപമാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. 1697 അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് മക്കളെ എന്താണ്? അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ചെറുത്തുനിൽപ്പ് കലാപമാണ് കേരളത്തിലെ ഏതെന്ന് പറയുന്നത്? അഞ്ചുതെങ്ങ് കലാപം. 1697 ഇത് നടക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ പ്രധാന കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക എന്ന് പറയുന്നത് ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. അതേപോലെ തന്നെ എന്താണ്? അഞ്ചുതെങ്ങിലെ കോട്ട പണിയുകയും ആ കോട്ടയ്ക്ക് ചുറ്റുമുള്ള എന്താണ് സംരക്ഷണത്തിനായിട്ട് ബ്രിട്ടീഷ് സൈന്യത്തെ ഇറക്കുകയും ചെയ്തു. ഇത് എന്താണ്? അഞ്ചുതെങ്ങിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സഞ്ചാരത്തിനെ എന്ത് ചെയ്യാണ്? സഞ്ചാരത്തിനെ അവിടെ എന്ത് ചെയ്യാണ്? റദ്ദ് ചെയ്യുകയാണ്. സഞ്ചാര സ്വാതന്ത്ര്യം റദ്ദ് ചെയ്യുകയാണ്. അതായിരുന്നു എന്തിലേക്ക് വഴിവെച്ചത്? അഞ്ചുതെങ്ങ് കലാപത്തിന് വഴിവെച്ചത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു അവിടെ കോട്ട കെട്ടാനായിട്ട് ആദ്യം പെർമിഷൻ കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഉമയമ്മ റാണിയാണ്. 1684 പെർമിഷൻ കൊടുത്തു. 1690 കോട്ട പണി തുടങ്ങി. അതേപോലെ 95 കോട്ട സ്ഥാപിച്ച് 97 എന്ത് ചെയ്യുന്നത്? കലാപം നടക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് ആ സമയത്ത് എന്താണ് നിലവില് നമുക്കറിയാം അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതേപോലെ തന്നെ എന്താണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ മെയിൻ കാരണം ഈ രണ്ട് കാരണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ബ്രിട്ടീഷുകൾ വളരെ നിഷ്പ്രയാസം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അഞ്ചുതെങ്ങ് കലാപം അടിച്ചമർത്തുന്നുണ്ട്. പിന്നെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് 1721 അതായത് ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആദിത്യവർമ്മയാണ് ആ സമയത്ത്. നടന്ന വർഷം 1721 ഏപ്രിൽ 15 ആ സമയത്ത് എന്താണ് കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗീഫോർഡ് എന്ന് പറയുന്നത്. അദ്ദേഹവും എന്താണ് 150ഓളം വരുന്ന ബ്രിട്ടീഷുകാരുമാണ് വാമനപുരം പുഴയിൽ വെച്ച് എന്താണ് കുടുമൻ പിള്ളയുടെ നേതൃത്വത്തിൽ വന്ന 8 വീട്ടിൽ പിള്ളമാര് അവരെ അമർച്ച ചെയ്യുകയും ആ ഒരു ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് ചെയ്യുന്നത്? അവിടെയുള്ള ആളുകളെല്ലാം എന്താണ് ഈ പറയുന്ന വാമനപുരം പുഴയിൽ എന്താണ് വെട്ടിക്കൊന്ന് കൊല വിളിക്കുകയാണ്. ആര്?
ഈ പറയുന്ന കുടമൻപിള്ളയും സംഘവും. അപ്പോൾ അതിനെതിരെയാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നടന്ന കലാപത്തിൻ്റെ അകത്ത് അവസാനം ഈ കലാപത്തിനെ എന്താണ്, വേണാട് ഉടമ്പടിയാണ് കലാപം അവസാനിക്കാനിടയായ ഉടമ്പടി എന്ന് പറയുന്ന 1723 വേണാട് ഉടമ്പടി നടക്കുന്നത്. അന്ന് മാർത്താണ്ഡവർമ്മയാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത്. അത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒപ്പുവയ്ക്കുന്നത്. പിന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കുറിച്ചാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. 38 ഫെബ്രുവരി 23 എന്ത് ചെയ്യുന്നത്, രൂപീകൃതമായത്. ഇതിന് നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ളയും അതേപോലെ തന്നെ അധ്യക്ഷൻ CV കുഞ്ഞിരാമനാണ്. അതേപോലെ ആദ്യ സമ്മേളനം 38 ഫെബ്രുവരി 25 പട്ടം താണുപിള്ള തന്നെ ആദ്യത്തെ പ്രസിഡന്റ് ആവുകയാണ്. തിരുവിതാംകൂർ കോൺഗ്രസ് ആദ്യ സെക്രട്ടറിമാർ PS നടരാജപിള്ളയും TS തോമസുമാണ്. ട്രഷറർ R മാധവ വാര്യരുമാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ലക്ഷ്യം ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. തിരുവിതാംകൂറിലും അതേപോലെ തന്നെ കൊച്ചിയിലുമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രക്ഷോഭങ്ങൾ നടന്നത് ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, നെയ്യാറ്റിൻകര വെടിവയ്പ്പാണ്. 38 നെയ്യാറ്റിൻകര വെടിവയ്പ്പ്. അതേപോലെ തന്നെ രാജധാനി മാർച്ച് 1938 ആരുടെ നേതൃത്വത്തിലാണ്, അക്കാമ ചെറിയാനാണ്. കല്ലറ പാങ്ങോട്ട് സമരം നടന്നു. അത് എന്താണ്, 38 കല്ലറ പാങ്ങോട്ട്. കടക്കൽ പ്രക്ഷോഭമാണെങ്കിൽ കടക്കൽ രാഘവൻ പിള്ള, അതായത് കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ 1938 സെപ്റ്റംബർ 29 കടക്കൽ പ്രക്ഷോഭം നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇംഗ്ലീഷിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കൊന്ന് നോക്കാം. പ്ലേസ് വെയർ ഫ്രൂട്ട് ട്രീസ് ആർ ഗ്രോൺ, അതിനെയാണ് ഓർച്ചാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർച്ചാർഡ് എന്ന് പറയുന്നതാണ് പ്ലേസ് വെയർ ഫ്രൂട്ട് ട്രീസ് ആർ ഗ്രോൺ. ഓക്കെ, ഇനി പ്ലേസ് വെയർ ജൂറി സിറ്റ്സ് ഇൻ എ കോർട്ട് ഓഫ് ലോ ആണ് എന്തെന്ന് പറയുന്നത്, ജൂറി ബോക്സ് എന്ന് പറയുന്നത്. പ്ലേസ് വെയർ ക്ലോത്ത്സ് ആർ കെപ്റ്റ് ആണ് എന്ത്, വാർഡ്രോബ് എന്ന് പറയുന്നത്. അപ്പോൾ വാർഡ്രോബ് എന്ന് പറയുന്നതാണ് പ്ലേസ് വെയർ ക്ലോത്ത്സ് ആർ കെപ്റ്റ്. ഇനി പ്ലേസ് വെയർ പീപ്പിൾ എഗ്രി ടു മീറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, വെന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്ലേസ് വെയർ ഫിലിംസ് ആർ മെയ്ഡ് ആണ് എന്ത്, സ്റ്റുഡിയോ. ഓക്കെ, പ്ലേസ് വെയർ ഫിലിംസ് ആർ മെയ്ഡ് ആണ് സ്റ്റുഡിയോ. പ്ലേസ് വെയർ കോയിൻസ് ആർ മെയ്ഡ് ആണ് മിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലേസ് വെയർ കോയിൻസ് ആർ മെയ്ഡ് ആണ് മിന്റ്. പ്ലേസ് വെയർ ഏൻഷ്യൻ വർക്ക് ആർ കെപ്റ്റ് ആണ് മ്യൂസിയം. അപ്പോൾ പ്ലേസ് വെയർ ഏൻഷ്യൻ വർക്ക് ആർ കെപ്റ്റ് മ്യൂസിയം ആണ്. പ്ലേസ് വെയർ ക്ലോത്ത്സ് ആർ വാഷ്ഡ് ആൻഡ് അയൺഡ് ആണ് എന്തെന്ന് പറയുന്നത്, ലോണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേസ് വെയർ ക്ലോത്ത്സ് ആർ വാഷ്ഡ് ആൻഡ് അയൺഡ് ആണ് ലോണ്ടറി. പ്ലേസ് വെയർ ഫിലിംസ് ആർ മെയ്ഡ് ആണ് സ്റ്റുഡിയോ. പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ആണ് മോർച്ചറി. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഇംഗ്ലീഷിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും 10 വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് നമ്മുടെ എന്താണ് ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കി എന്ത് ചെയ്യാം, വായിക്കാം. ഓക്കെ, അപ്പോൾ പ്ലേസ് വെയർ ഫ്രൂട്ട് ട്രീസ് ആർ ഗ്രോൺ, ഓർക്കിഡ്. ഇനി പ്ലേസ് വെയർ ജൂറി സിറ്റ്സ് ഇൻ എ കോർട്ട് ഓഫ് ലോ ആണ് ജൂറി ബോക്സ്. പ്ലേസ് വെയർ ക്ലോത്ത്സ് ആർ കെപ്റ്റ് വാർഡ്രോബ് ആണ്. പ്ലേസ് വെയർ പീപ്പിൾ എഗ്രി ടു മീറ്റ് ആണ് വെന്യൂ. ഇനി പ്ലേസ് വെയർ ഫിലിംസ് ആർ മെയ്ഡ് സ്റ്റുഡിയോ. പ്ലേസ് വെയർ കോയിൻസ് ആർ മെയ്ഡ് മിന്റ്. പ്ലേസ് വെയർ ഏൻഷ്യൻ വർക്ക് ആർ കെപ്റ്റ് മ്യൂസിയം. പ്ലേസ് വെയർ ക്ലോത്ത്സ് ആർ വാഷ്ഡ് ആൻഡ് അയൺ ലോണ്ടറി. പ്ലേസ് വെയർ ഫിലിംസ് ആർ മെയ്ഡ് സ്റ്റുഡിയോ. പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് മോർച്ചറി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാം കേരളത്തിലെ എന്താണ് മലയാളത്തിലെ അപരനാമങ്ങൾ. ഓക്കെ, മലയാളത്തിലെ അപരനാമങ്ങൾ എപ്പോഴും എന്താണ് നമുക്ക് ചോദിക്കാറുണ്ട്. ഒരു മാർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് എന്താണ് നമുക്ക് മലയാളത്തിലെ ഒരു മാർക്ക് എന്താണ് ഈ പറയുന്ന അപരനാമങ്ങളിൽ നിന്നും ചോദിക്കാറുണ്ട് മിക്കപ്പോഴും PSC എക്സാമുകളിൽ. അപ്പോൾ നമുക്ക് അപരനാമങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസിലെ വന്നിരിക്കുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം സോർട്ട് ചെയ്ത്, കാരണം എല്ലാവർക്കും പഠിക്കാനുള്ള സമയം വളരെ കുറവാണ്. പഠിക്കാനായിട്ട് ഇരിക്കാൻ എല്ലാവർക്കും ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നുള്ളൂ. പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോലിക്ക് കയറുക. അപ്പോൾ അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാർക്ക് പെട്ടെന്ന് കയറാനുള്ള എല്ലാ പരിപാടിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മലയാളത്തിലെ അപരനാമങ്ങളാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കേരള മോപ്പസാങ്, മോപ്പസാങ് തകഴി ശിവശങ്കരപ്പിള്ള. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. കേരള ഇബ്സൺ N കൃഷ്ണപിള്ള. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കേരള പാണിനി. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാത്മീകി.
കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള കാളിദാസനാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അപ്പോൾ കേരള കാളിദാസനാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള വ്യാസനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ. കേരള ചോസറാണ് ചീരാമകവി. കേരള ചോസർ ചീരാമകവി. കേരള സ്കോട്ടാണ് CV രാമൻപിള്ള. കേരള ഹമ്മിങ് വേ MT വാസുദേവൻ നായരാണ്. കേരള ഹമ്മിങ് വേ MT വാസുദേവൻ നായർ. കേരള ഏലിയറ്റ് ആണ് NN കക്കാട്. NN കക്കാടാണ് കേരള ഏലിയറ്റ്. കേരള സൂർദാസ് ആണ് പൂന്താനം. കേരള സൂർദാസ് പൂന്താനമാണ്. കേരള ക്ഷേമേന്ദ്രനാണ് വടക്കങ്കൂർ രാജരാജവർമ്മ. അപ്പോൾ കേരള ക്ഷേമേന്ദ്രൻ വടക്കങ്കൂർ രാജരാജവർമ്മ. കേരള ടാഗോറാണ് വള്ളത്തോൾ. കേരള ഹർഷൻ ഉള്ളൂർ. കേരള കാളിദാസനാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിള. ഒത്തിരി തവണ ചോദിച്ചാണ് കേരള കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള. അപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. കേരള മോപ്പസാങ് തകഴി ശിവശങ്കരപിള്ളയാണ് കേരള മോപ്പസാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള ഇബ്സൺ N കൃഷ്ണപിള്ള. കേരള പാണിനി AR രാജരാജവർമ്മ. കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ. കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള ചോസർ ചീരാമകവി. കേരള സ്കോട്ട് CV രാമൻപിള്ള. കേരള ഹമ്മിങ് വേ MT വാസുദേവൻ നായർ. കേരള ഏലിയറ്റ് NN കക്കാട്. കേരള സൂർദാസ് പൂന്താനം. കേരള ക്ഷേമേന്ദ്രൻ വടക്കങ്കൂർ രാജരാജവർമ്മ. കേരള ടാഗോർ വള്ളത്തോൾ. കേരള ഹർഷനാണ് ഉള്ളൂർ. കേരള കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള. ഓക്കെ, ഇനി മാത്സിൻ്റെ നമുക്ക് ഇനി അടുത്ത ദിവസം ചെയ്യാനായിട്ടുള്ളത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പം ഇനി ചെയ്യാനുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. 25 ക്വസ്റ്റ്യൻസ് ഞാൻ നമുക്ക് ടെലഗ്രാമിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മൊത്തമായിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. തൽക്കാലം ഇപ്പം നമുക്ക് മാത്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് റിവിഷൻ്റെ ഭാഗമായിട്ട് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസുകൾ കൂടി ചെയ്തു പോകാനായിട്ട് നമുക്ക് മാക്സിമം നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാത്സ് ചെയ്യുമ്പോൾ അത് എന്തായാലും ബോർഡിൽ ചെയ്തെങ്കിൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരാം. അല്ലെങ്കിൽ എന്താണ് മാത്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് എല്ലാ ദിവസവും ഇടുന്നുണ്ട്. മാത്സിൻ്റെ ആൻസേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇടാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ നോക്കി മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും വൈകിട്ട് 9 മണിക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബോൾ ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ എന്തൊക്കെയാണോ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് അതെന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബോൾ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാ ദിവസവും കുറേ ക്ലാസ്സുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ നമ്മളിരുന്ന് കാണും. ആ കണ്ട ക്ലാസ്സുകളൊക്കെ എത്രത്തോളം നമ്മുടെ മൈൻഡിൽ സെറ്റായി എന്നുള്ളത് പിന്നീട് നമ്മളൊരു എക്സാം എഴുതുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും വിചാരിക്കും എന്ത്, ഞാനിതെല്ലാം പഠിച്ച് സെറ്റായേക്കണാണ്, എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ട്, ഞാനിതെല്ലാം പഠിച്ചു കഴിഞ്ഞു സെറ്റാണ്. പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കാണുന്നത് എപ്പോഴാണ്, നമ്മൾ എക്സാം ഹോളിൽ വെച്ചാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുന്നത്. അപ്പോഴാണ് നമുക്ക് കൺഫ്യൂസിങ് ആയി അവസാനം നെഗറ്റീവ് മാർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ടെലഗ്രാം ചാനലിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യണം. കാരണം ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലാസ് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നോട്ട് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ കൃത്യം 9 മണിക്ക് വൈകിട്ട് എല്ലാ ദിവസങ്ങളിലും എന്നാണോ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ആ ക്ലാസ്സിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് എന്തുണ്ട്, ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്. 2021-25 വരെ PSC ആ ടോപ്പിക്കുമായി ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നല്ലൊരു റിവിഷൻ കൂടിയാണ്. കാരണം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്താനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ എത്രമാത്രം നിങ്ങളത് എന്താണ് പഠിച്ചിട്ടുണ്ടെന്നുള്ളതും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതും. എന്നിട്ട് അത് പഠിച്ചിട്ടില്ല, ഇപ്പോൾ 20-ലാണ് ഒരു ക്വസ്റ്റ്യൻ ബോൾ നടത്തുന്നത്, അതിൻ്റെ അത് നിങ്ങൾക്ക് ഒരു 15-ന് മുകളിലേക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ടോപ്പിക്ക് വീണ്ടും നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, വീണ്ടും ആ ക്വസ്റ്റ്യൻ ബോൾ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമാണ് നമ്മൾ ആ ചെയ്യുന്ന
ടോപ്പിക്കിൻ്റെ അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പഠിക്കുക, റിവിഷൻ ചെയ്യുക, എക്സാംസ് എഴുതുക. അന്ന് തന്നെ ഇത് ഒറ്റ പ്രോസസ്സ് നിങ്ങൾക്ക് കഴിയുകയാണ്. കാരണം രാവിലെ നിങ്ങൾ എന്താണ് ഇതിൻ്റെ ക്ലാസ് കാണുന്നു, അതിനുശേഷം ഇതിൻ്റെ വ്യക്തമായിട്ടൊരു PDF നോട്ട് നിങ്ങൾ വായിക്കുന്നു, അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ ബോർഡ് ചെയ്യുന്നു. മസ്റ്റ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2025 എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും നിങ്ങൾക്ക് ഉൾപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും ഇതൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാകണം. അപ്പോൾ LDCക്കൊക്കെ നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ട് തുടർന്നും അങ്ങനെ തന്നെ വേണം. സെക്രട്ടേറിയറ്റ്സിനും അതേപോലെ തന്നെ ASMൻ്റെ 2 ക്ലാസ് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഓരോന്ന് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെറ്റ് ചെയ്തതിൻ്റെ ടൈപ്പിങ് കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എന്താണ് ഈ പറയുന്ന പോലെ തന്നെ എന്താണ് മാക്സിമം എല്ലാ ക്ലാസ്സുകളും 1 മണിക്കൂറിന് മുകളിലേക്കുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത്രത്തോളം അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ ചെയ്തിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് അത്രയും ക്ലാസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. അതേപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതെന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് ഇപ്പോഴും ചോദിക്കാറുണ്ട് SCRT NCRT അതേപോലെ തന്നെ എന്താണ് റെഫറൻസ് ബുക്കൊക്കെ എന്താണ് ഇൻക്ലൂഡ് ചെയ്താണോ സാറേ നമ്മുടെ നോട്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു പെയ്ഡ് കോഴ്സിൽ പോലും നിങ്ങൾക്ക് ഇത്രയും ഡീപ്പ് ഡെപ്ത് ആയിട്ടുള്ള ഒരു നോട്ട് കിട്ടത്തില്ല. അത്രയും എന്താണ് സെറ്റായിട്ടുള്ള നോട്ടും ക്ലാസ്സും തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്കൊന്നും ഇനി ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് നോട്ടുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, മാക്സിമം എല്ലാം ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞിരുന്നു SCRTക്ക് വേണ്ടിയിട്ട് ഹോട്ട് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമോ എന്നുള്ളത്. അത് നമുക്ക് അടുത്ത ദിവസം തന്നെ അതിൻ്റെ വീഡിയോസ് വരും. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എല്ലാ വീക്കിലും മാക്സിമം എന്ത് ചെയ്യാം, ഓരോ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം സമയത്തിൻ്റെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് പോവാം. അപ്പോൾ കൂടെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.